ഈ ധനവാനായ ചെറുപ്പക്കാരിൽ നിന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന ദൂതെന്ത്? നിങ്ങൾ ധനത്തേക്കാൾ അധികം യേശുവിനെ സ്നേഹിക്കണം. അപ്പോൾ അതിന്റെ ചിന്ത ധനം പാപമാണോ എന്നാണോ? അല്ല. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്ത്? കുഞ്ഞുങ്ങളെ, ധനത്തിൽ ആശ്രയിക്കുന്നവൻ ദൈവരാജ്യത്തിൽ കടക്കത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ധനമല്ല വിഷയം, ധനത്തിലുള്ള നമ്മുടെ ആശ്രയം. അതെന്താ? പലപ്പോഴും സമ്പത്ത് വർദ്ധിക്കുമ്പോൾ നമ്മിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ആശ്രയം. എന്നാൽ ഇന്ന് ഞാൻ ഇവിടെ പറയുന്നു, ഇട്ടുമൂടാൻ കോടികൾ ഡോളറുകൾ നിനക്കുണ്ടെങ്കിലും അന്നുള്ള ആഹാരം യേശുവിനോട് ചോദിച്ചു വാങ്ങാൻ നിനക്ക് കഴിയുമെങ്കിൽ കരമുയർത്തി ആമേൻ.